പട്ടികജാതി ക്ഷേമ സമിതി ശ്രീകണ്ഠപുരം ഏരിയ കൺവെൻഷൻ ശ്രീകണ്ഠപുരത്ത് നടന്നു. പട്ടികജാതി ക്ഷേമ സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ശാന്തകുമാരി MLA കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. പട്ടികജാതി ക്ഷേമ സമിതി ശ്രീകണ്ഠപുരം ഏരിയ കൺവെൻഷൻ ശ്രീകണ്ഠപുരത്ത് നടന്നു. ഏരിയ സെക്രട്ടറി കെ മിനേഷ് സ്വാഗതം പറഞ്ഞു. ഏരിയ പ്രസിഡന്റ് KV ബിജുമോൻ അധ്യക്ഷത വഹിച്ചു. പട്ടികജാതി ക്ഷേമ സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ശാന്തകുമാരി MLA കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. സാധാരണയിൽ നമുക്കറിയാം, എത്രയോ കാലങ്ങളായി രൂപീകരിക്കപ്പെട്ട പല സംഘടനകളും അതിൻ്റെ ബാലാനിഷ്ഠതകൾ മാറാതെ ഇപ്പോഴും പല ദൗർബല്യങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. എന്നാൽ ഏതാണ്ട് 2012 13-ാം വർഷത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. സംഘടന ആ ചുരുങ്ങിയ കാലയളവിൽ തന്നെ കേരളത്തിലെ ഒരു സുസംഘടിതമായ സംഘടനയായി, ക്ഷേമ സംഘടനയായി പട്ടികജാതി ക്ഷേമ സമിതി എന്ന സംഘടനയ്ക്ക് മാറാൻ കഴിഞ്ഞത് ഓരോ ജില്ലകളിലും നമ്മുടെ സംഘടനയുടെ പ്രവർത്തനത്തിന്റെ മികവ് കൊണ്ടാണ്. ഈ സംഘടന രൂപീകൃതമാകുന്ന വേളയിൽ പൊതു പ്രശ്നങ്ങളിൽ പട്ടികജാതിക്കാരുടെ ഇഷ്യൂ നമ്മൾ അഡ്രസ് ചെയ്യപ്പെടുന്നത് പലപ്പോഴും വർഗാടിസ്ഥാനത്തിലുള്ള ചില സംഘടനകളും പുരോഗമന പ്രസ്ഥാനങ്ങളും ഒക്കെയാണ് കൈകാര്യം ചെയ്തു വന്നിരുന്നത്. അതുപോലെ തന്നെ വിവിധങ്ങളായ ജാതി സംഘടനകൾ, ഒരുപാട് മഹാസഭകളാണ് ഔദ്യോഗിക അനൗദ്യോഗികവുമായി ഒരു ജാതിയെ പ്രതികരിച്ച് നിരവധിയായ സംഘടനകൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രവർത്തിച്ചു വരികയാണ്. അത് അക്ഷരാർത്ഥത്തിൽ പട്ടികജാതിക്കാരെ ജാതീയപരമായി വേർതിരിച്ച് ഈ കേരള സമൂഹത്തിൽ അവർ അനുഭവിക്കുന്ന പൊതു പ്രശ്നങ്ങളിൽ നിന്ന് അവിടെ ശ്രദ്ധയെ വികേന്ദ്രീകരിക്കുമെന്ന ലക്ഷ്യം മാത്രമേ നാളിതുവരെയുണ്ടായുള്ളൂ. അങ്ങനെ നൂറ്റാണ്ടുകളായി തങ്ങളുടേതല്ലാത്ത കാരണങ്ങൾ കൊണ്ട് ചരിത്രത്തിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് ജന്മിത്വവും നാടുവാഴിത്വവും ചവിട്ടിമെതിച്ച് ജന്മിത്വത്തിന്റെ ചാട്ടവാർ അടിയേറ്റ് ജീവിക്കേണ്ടി വന്ന ഒരു സമൂഹത്തിന്റെ പിന്മുറക്കാരാണ് ഇവിടെയുള്ളത്. അത്രയേറെ പ്രയാസങ്ങളും പ്രതിബന്ധങ്ങളും ജാതി വിവേചനങ്ങളും ഈ കേരളീയ സമൂഹം ഉൾപ്പെടെയുള്ള ഇന്ത്യൻ സമൂഹത്തിൽ അനുഭവിക്കപ്പെട്ടവരുടെ പ്രയാസങ്ങൾ തരണം ചെയ്ത ചരിത്രഗാഥകൾ നിർമ്മിക്കപ്പെട്ട വർത്തമാന സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തി നിൽക്കുമ്പോൾ ഈ സംഘടനയുടെ പ്രവർത്തനങ്ങൾ കേരളീയ സമൂഹത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു സംഘടനയായ പ്രവർത്തനം എന്ന നിലയിൽ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഞാനിവിടെ സൂചിപ്പിച്ചു, 2012 ഡിസംബർ മാസം 9-ാം തീയതി കൊല്ലം ജില്ലയിലെ കണ്ടോൺമെന്റ് മൈതാനിയിൽ വെച്ച് PKS സംഘടന രൂപീകരിക്കുന്നത് അന്നത്തെ പാർട്ടിയുടെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയായ പിണറായി വിജയൻ, കേരളത്തിന്റെ ആരാധനായ ഇന്നത്തെ മുഖ്യമന്ത്രി, അധ്യക്ഷം വഹിച്ചുകൊണ്ടാണ് പുരോഗമന പ്രസ്ഥാനത്തിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പ്രകാശ് കാരാട്ട് ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്തപ്പോൾ കേരളത്തിന്റെ 14 ജില്ലകളിൽ നിന്നായി 10,000-കണക്കിന് വരുന്ന പട്ടികജാതി മേഖലയിലുള്ള വളണ്ടിയർമാർ പങ്കെടുത്ത്, സഖാക്കൾ പങ്കെടുത്ത് ആ സമ്മേളനം ഒരു ചരിത്രത്തിന്റെ ഭാഗമായി തുന്നിച്ചേർക്കപ്പെട്ട അനുഭവമാണ് നമുക്കുണ്ടായിട്ടുള്ളത്. PKS ജില്ലാ സെക്രട്ടറി K ജനാർദ്ദനൻ, CPIM ഏരിയ സെക്രട്ടറി MC രാഘവൻ, PKS ജില്ലാ വൈസ് പ്രസിഡന്റ് PP ഗംഗാധരൻ എന്നിവർ സംസാരിച്ചു. സാഹിത്യരംഗത്തെ പ്രതിഭകളായ KK സുധാകരൻ, KK കൃഷ്ണൻ എന്നിവരെ അനുമോദിച്ചു.